ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് KTU S3 സൈബർ സെക്യൂരിറ്റി ഡിപ്പാർട്ട്മെന്റിന്റെ വൺ ഓഫ് ദ കോർ സബ്ജക്ട് തന്നെ പറയാം. കാരണം സൈബർ സെക്യൂരിറ്റി എന്ന് പറയുന്ന ഒരു ഡിപ്പാർട്ട്മെന്റിനെ പറ്റി സംസാരിക്കുമ്പോൾ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ്, അതിന്റെ സെക്യൂരിറ്റി, അതിന്റെ മെയിൻ്റെനൻസ് ഇതിനെപ്പറ്റി പറയാണ്ട് ഒരിക്കലും നമുക്ക് പോകാൻ കഴിയില്ല. സോ ആ ഒരു സബ്ജക്ട് ബേസിക് കൺസെപ്റ്റ്സ് ഇൻ കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറയുന്ന നമ്മുടെ സബ്ജക്റ്റിലെ ഫോക്കസ് ചെയ്യേണ്ട ടോപ്പിക്സും ഇൻസ്ട്രക്ഷൻസുമാണ് ഇന്ന് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കുന്നത്. സോ ആദ്യമേ തന്നെ പറയാനുള്ള കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇസ് ഓൾ അബൌട്ട് ദ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ. നിങ്ങൾ ഇതുവരെ എഴുതിയ എക്സാമുകൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ അറിയാം, ഔട്ട് ഓഫ് 60 മാർക്സിലായിരിക്കും നിങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടാവുക. 3 മാർക്കിന്റെ 8 ക്വസ്റ്റ്യൻസ്, 2 ഫ്രം ഈച്ച് മൊഡ്യൂൾ വൈസ് നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. അതുപോലെ തന്നെ 9 മാർക്കിന്റെ 4 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ നിങ്ങൾ ചെയ്തിട്ടുണ്ടാവും. ടോട്ടൽ 60 മാർക്സ് ആണ് നിങ്ങൾ എഴുതിയിട്ടുള്ളത്. കമ്മിങ് ടു ദ സബ്ജക്ട് ബി സി എൻ എന്ന് പറയുന്ന സബ്ജക്റ്റിൽ വരുമ്പോൾ നിങ്ങളുടെ പാറ്റേൺ കുറച്ച് വ്യത്യാസമുണ്ട്. ബിക്കോസ് നിങ്ങൾ പ്രൊജക്ട് ചെയ്യുന്നുണ്ട് ഇതിൽ. സോ ഇതിൽ വരുന്ന വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഔട്ട് ഓഫ് 40 മാർക്സിലാണ് നിങ്ങളുടെ എക്സ്റ്റേണൽ സെമസ്റ്റർ എക്സാം ESE നിങ്ങൾ അറ്റൻഡ് ചെയ്യുന്നത്. അതും നിങ്ങൾക്ക് വരുന്ന മാർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 മാർക്സിന്റെ 8 ക്വസ്റ്റ്യൻസ്, ലൈക്ക് 2 ഫ്രം ഈച്ച് മൊഡ്യൂൾ. അതുപോലെ തന്നെ നമുക്ക് വരുന്നത് 6 മാർക്സിന്റെ 4 ക്വസ്റ്റ്യൻസ് ഫ്രം ഈച്ച് മൊഡ്യൂൾ. അങ്ങനെ ടോട്ടൽ ഓഫ് 40 മാർക്സിനാണ് നിങ്ങൾക്ക് ഈ ഒരു എക്സാം അറ്റൻഡ് ചെയ്യാനുള്ളത്. സോ ഈ കാര്യം ആദ്യമേ നോട്ട് ചെയ്യുക. നിങ്ങൾ പരീക്ഷ എഴുതുമ്പോൾ നിങ്ങൾ മാർക്കിനനുസരിച്ച് തന്നെ ആൻസറുകൾ ചെയ്യാൻ ശ്രദ്ധിക്കുക. അതുകൊണ്ടാണ് ഞാൻ ഈ ഒരു കാര്യം എടുത്ത് പറയുന്നത്. നിങ്ങൾ നോർമൽ എക്സാം എഴുതുന്ന പോലെ കുറെ വലിച്ചു വാരി എഴുതി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കിവിടെ മാർക്ക് കറക്റ്റായിട്ട് കിട്ടില്ല. സോ ഈ ഒരു കാര്യം ഒന്ന് ജസ്റ്റ് നോട്ട് ചെയ്തിട്ട് പോവാം. ഓക്കെ, അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ ടോപ്പിക്സിലേക്ക് കിടക്കാം. എനിക്ക് ടോപ്പിക്സ് പറയുന്നതിന് മുന്നേ ആദ്യം പറയാനുള്ളത്, ശരിക്കും പറഞ്ഞാൽ ടോപ്പിക്സ് നിങ്ങൾ സ്കിപ്പ് ചെയ്തെന്നാണ് എനിക്ക് ആദ്യമേ പറയാനുള്ളത്. വൈ? ബിക്കോസ് നിങ്ങളിപ്പോ നിങ്ങളുടെ ഒരു ജോലിയുടെ ഭാഗമായിട്ട് നിങ്ങൾ പുറത്തേക്ക് പോവുകയാണെങ്കിൽ പോലും ഈ പറയുന്ന എല്ലാ ടോപ്പിക്സും നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ്. നിങ്ങൾ അറിയില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ ദെൻ വൈ യു സ്റ്റഡി ബിടെക് ഇൻ സൈബർ സെക്യൂരിറ്റി എന്നൊരു ക്വസ്റ്റ്യൻ വന്നേക്കാം. സോ ഒരു എക്സാം വ്യൂ മാത്രമായിട്ടല്ല ഞാൻ പറയുന്നത്, നിങ്ങൾ അല്ലാണ്ട് പോകുമ്പോഴും പഠിക്കേണ്ട ഒരു ഏരിയയാണ്. ഞാൻ CSE കോർ പഠിച്ച ആളാണ്. കമ്പ്യൂട്ടർ സയൻസ് ആൻഡ് എഞ്ചിനീയറിംഗ് ആണ് ഞാൻ പഠിച്ചത്. സൈബർ സെക്യൂരിറ്റി സ്പെഷ്യലൈസ്ഡ് അല്ല ഞാൻ. ബട്ട് ഞങ്ങൾക്കും ഉണ്ടായിരുന്നു 2019 S3 കമ്പ്യൂട്ടർ നെറ്റ്വർക്ക്സ് എന്ന് പറഞ്ഞിട്ട് നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ടായിരുന്നു. സോ ആ ഒരു സബ്ജക്റ്റിൽ ഞാൻ പഠിച്ചിട്ടുണ്ട്. അതിന്റെ ഇമ്പോർട്ടൻസ് എന്താണ്, കാര്യങ്ങൾ എന്താണ്. അതുപോലെ തന്നെ സിസ്കോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു കമ്പനിയുടെ ഭാഗമായിട്ടുള്ള കുറച്ച് ട്രെയിനിങ്ങും സാധനങ്ങളൊക്കെ അറ്റൻഡ് ചെയ്തിട്ടുള്ളതുകൊണ്ട് ഐ നോ ഹൗ മച്ച് ഇമ്പോർട്ടൻറ്റ് ദിസ് സബ്ജക്ട് ഈസ്. ഞാൻ എൻ്റെ KTU ലൈഫിൽ തന്നെ ഒരു സബ്ജക്റ്റിന് വേണ്ടി സ്പൈറൽ ബൈൻഡ് ചെയ്തൊരു നോട്ട്ബുക്ക് ഒക്കെ ഉണ്ടാക്കി പഠിച്ചത് ഞാൻ ഈ ഒരു സബ്ജക്റ്റിനാണ്. കാരണം അത്രയ്ക്ക് ഉണ്ട് ഇതിലെ കണ്ടന്റ് എന്ന് പറയുന്നത്. ഒന്നും നമുക്ക് വിടാൻ പറ്റാത്ത രീതിയിലുള്ള കണ്ടന്റ്സ് ആയിരുന്നു. സോ ആ കാര്യം ആദ്യം നോട്ട് ചെയ്യുക. ബട്ട് എന്നിരുന്നാലും നിങ്ങൾ ഒരു കാരണവശാലും സ്കിപ്പ് ചെയ്യാതെ പോകേണ്ട ടോപ്പിക്സ് മാത്രമാണ് ഞാൻ ഇവിടെ പറഞ്ഞു പോവുക. സോ അതുകൊണ്ട് ബാക്കി നിങ്ങൾ പഠിക്കാതിരിക്കരുത് എന്നുള്ള കാര്യം ആദ്യമേ നോട്ട് ചെയ്യട്ടെ. സോ ഇവിടെ നമുക്ക് ആദ്യമേ പറയേണ്ടത്, ഇമ്പോർട്ടന്റ് ആയിട്ട് പറയാൻ പറ്റുക, റെഫറൻസ് മോഡൽസ് OSI TCP/IP. അത് രണ്ട് ഡിഫറൻസ് ചോദിക്കാം. OSI മോഡൽ അതിന്റെ ഒരു കുറച്ച് ലെയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്, ആയിട്ട് പഠിച്ചു പൊക്കോളൂ. TCP/IP കണക്ഷൻസ് അതിന്റെയും ലെയേഴ്സ് ഉണ്ട്. ഇതൊരു 7 ലെയേഴ്സ്, ഇതൊരു 4 ലെയേഴ്സ് എന്നാണ് ഞാൻ കുറച്ചായത് പഠിച്ചിട്ട്. സോ എൻ്റെ ഒരു ഏകദേശ ധാരണ, മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കാം. സോ അത് ക്ലിയർ ആയിട്ട് പഠിച്ചു പോവുക. അതാണ് എനിക്ക് ഈ ഒരു മൊഡ്യൂളിൽ എനിക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആദ്യം പറയാനുള്ളത്. പിന്നെ QoS, ക്വാളിറ്റി ഓഫ് സർവീസ് മെട്രിക്സ്. QoS എല്ലാ ടോപ്പിക്സും പഠിച്ചു തന്നെ പോവുക. ഏത് ടോപ്പിക്ക് ചോദിക്കുന്നു പറയാൻ പറ്റില്ല. എല്ലാം ഈക്വൽ വെയിറ്റേജ് ഉള്ള ടോപ്പിക്സ് ആണ് ഇത്. ത്രൂപുട്ട് ഡിലേ, പാക്കറ്റ് ലോസ്, ജിറ്ററിൻ പാക്കറ്റ് സ്വിച്ച് നെറ്റ്വർക്ക്, എല്ലാം എന്താ പറയാ, ഈക്വൽ ആയിട്ട് വെയിറ്റേജ് വരുന്ന ടോപ്പിക്സ് ആണ്. സോ QoSലെ ഓൾ ടോപ്പിക്സ് എന്തായാലും കവർ ചെയ്ത് പോകും. അത് ഏത് ക്വസ്റ്റ്യൻ ആയിരിക്കും മാറി ചോദിക്കാൻ നമുക്ക് പറയാൻ പറ്റില്ല. ഏത് വേണമെങ്കിലും ചോദിക്കാം. ഓക്കെ, ഇത് പഠിച്ചാലാണ് ഇമ്പോർട്ടന്റ് എന്ന് നമുക്ക് ഇവിടെ പറയാൻ പറ്റും. പിന്നെ കമ്മിങ് ടു ദ ഫസ്റ്റ് ഏരിയ, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ക്ലയന്റ് സെർവർ ആൻഡ് പിയർ ടു പിയർ ആർക്കിടെക്ചർ. ഇതെന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോവുക. ഡിസൈൻ ഇഷ്യൂസ് ഫോർ ദ ലെയേഴ്സ്, അത് ഭയങ്കര ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. ഡിസൈൻ ഇഷ്യൂസ് ഡിസൈൻ ഇഷ്യൂസ് ഫോർ ലെയേഴ്സ്, ഇതെന്തായാലും പഠിച്ചു പോവുക.
ടൈപ്സ് ഓഫ് നെറ്റ്വർക്കും പഠിച്ചു പോവാം. ടോപ്പോളജി കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ് പഠിച്ചു പോകും. അത് ഒരു എന്താ പറയുക, നമുക്ക് എളുപ്പത്തിൽ പഠിക്കാൻ പറ്റിയ ഒരു ടോപ്പിക്കാണ് ഇത്. ഈസി ടോപ്പിക്കാണ്. അപ്പം ഷുവറും ആണ് ഈസിയാണ്. ഈസിയാണ് ഷുവറാണ്. സോ എന്തായാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് പോവുക. അതാണ് എനിക്ക് ഈ ഒരു മൊഡ്യൂൾ പറയാനുള്ളത്. സോ OSI, TCP/IP, ടൈപ്സ് ഓഫ് നെറ്റ്വർക്ക്സ്, ഡിസൈൻ ഇഷ്യൂസ്, ആൻഡ് പറ്റുവാണെങ്കിൽ QoSലെ എല്ലാ ടോപ്പിക്സും പഠിച്ചു പോകും. കമ്മിങ് ടു ദ സെക്കൻഡ് മൊഡ്യൂൾ, നമുക്കിവിടെ കുറച്ചുകൂടെ എന്താ പറയാ, അടുത്തൊരു ലെവലിലേക്ക് നമ്മൾ മാറുകയാണ്. സോ ഇവിടെ നമ്മൾ നോക്കേണ്ടത് ഫിസിക്കലായിട്ട് എങ്ങനെയാണ് കണക്ഷൻ കാര്യങ്ങൾ വരുന്നത്. ഫിസിക്കൽ ലെയർ, ഡാറ്റ ലിങ്ക് ലെയർ, രണ്ട് ലെയറുകളാണ് നമുക്ക് ഇവിടെ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. സോ എന്തായാലും ഡാറ്റ എൻകോഡിങ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. നെവർ സ്കിപ്പ് ദാറ്റ്. ബാക്കി ഇമ്പോർട്ടൻ്റ് ആണെന്നല്ല, അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. അത് കൂടുതലും റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്, നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ റിപ്പീറ്റ് ചെയ്തിട്ടുണ്ട്. സോ പിന്നെ ഡാറ്റ ലിങ്ക്, ഡിസൈൻ ഇഷ്യൂസ്, ഫ്ലോ കൺട്രോൾ, ARQ ടെക്നിക്സ്, രണ്ടും നല്ല ഇമ്പോർട്ടൻ്റ് ആണ്. ഇത് രണ്ടും മാറി മാറി ചോദിച്ചിട്ടുണ്ട്. ARQ ടെക്നിക്സ് ഒക്കെ പഠിക്കാൻ പറ്റിയാൽ എന്താ പറയുക, നമുക്കത് എന്തായാലും ഉറപ്പിക്കാം അതിൽ മാർക്കാണ്. ഫ്ലോ കൺട്രോളും ARQ ടെക്നിക്സും പഠിച്ചിട്ട് തന്നെ പോവുക. ARQ ടെക്നിക്സ് ഒക്കെ ശരിക്കും പറഞ്ഞാൽ പഠിക്കാൻ ഭയങ്കര രസമുള്ള ഒരു ഏരിയ ആണ്. ആ ഒരു സംഭവം നമുക്ക് അതിനകത്ത് ഓരോരോ സംഭവങ്ങളുണ്ട്. ഗോ ബാക്ക് സംതിങ് ഞാൻ മറന്നുപോയി. അങ്ങനത്തെ കുറച്ച് സംഭവങ്ങളുണ്ട്. സോ ഇറ്റ്സ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ് ആണ് പഠിക്കാൻ. സോ നെവർ സ്കിപ്പ് ദാറ്റ്. പിന്നെ നമുക്ക് പറയാനുള്ളത് HDLC എന്തായാലും നിങ്ങൾ പഠിച്ചിട്ട് പോകണം. അത് ചോദിക്കാറുണ്ട്. IEEE ബേസ്ഡ് ആയിട്ടുള്ള കുറച്ച് സംഭവങ്ങളുണ്ട്. 802, 802.3, 802.5, 802.11. ഇത് എല്ലാം ഈക്വലി എന്താ പറയുക, വെയിറ്റേജ് ഉള്ളതാണ്. മാറി മാറി ചോദിക്കുന്നതാണ്. ഞാൻ പറഞ്ഞ ഈ ഒരു സബ്ജക്റ്റിന്റെ കുഴപ്പം അതാണ്, നമുക്കൊന്നും സ്കിപ്പ് ചെയ്ത് പഠിക്കാൻ പറ്റില്ല. എല്ലാ ടോപ്പിക്കും നിങ്ങൾ പഠിച്ചു, ഒന്നിന്റെ കണ്ടിന്യൂവേഷൻ ആണ് നമ്മൾ പഠിക്കുന്നതല്ല. ഒരു നിങ്ങൾ രണ്ടാമത്തെ മോഡ്യൂൾ പഠിക്കാൻ ഓക്കെ, എനിക്ക് മൂന്നാമത്തെ മോഡ്യൂൾ അറിയാം എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഒരു എന്താ പറയാ മീനിങ് തരുന്നില്ല. സോ അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് തന്നെ നിങ്ങൾ ഇതിന്റെ എന്താ പറയാ എല്ലാ ടോപ്പിക്സും അറ്റ്ലീസ്റ്റ് ടച്ച് ചെയ്തിട്ടെങ്കിലും പോവുക. ബാക്കി ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് ഫോക്കസ് ചെയ്ത് നല്ലോണം പഠിക്കും. സോ IEEE സ്റ്റാൻഡേർഡ്സ് ബേസിൽ വരുന്ന എല്ലാം ഓൾ എന്തായാലും ഒന്ന് നോക്കിയിട്ട് പോവുക. ഇതാണ് ഈ ഒരു ഏരിയയിൽ നമുക്ക് ഇമ്പോർട്ടൻ്റ് പറയാനുള്ളത്. സോ ഡാറ്റ എൻകോഡിങ്, ഫ്ലോ കൺട്രോൾ, ARQ ടെക്നിക്സ്, HDLC മസ്റ്റ് ആയിട്ട് പഠിക്കണം. IEEEയുടെ എല്ലാം പഠിക്കാൻ പറ്റിയാൽ ഓക്കെ. സോ കമ്മിങ് ടു ദ തേർഡ് മൊഡ്യൂൾ, നമ്മൾ അടുത്തൊരു ഇതിലേക്ക് കയറുകയാണ്. സോ എന്തായാലും പഠിച്ചിട്ട് പോകേണ്ട സംഭവങ്ങളിൽ പെട്ടതാണ് നെറ്റ്വർക്കിംഗ് ഡിവൈസസ്. അതെല്ലാം ഈക്വൽ വെയിറ്റേജ് ഉള്ളതാണ്. നെറ്റ്വർക്കിംഗ് ഡിവൈസസ് അതിലും കൂടുതലും അവര് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ചാൻസ്, ഇത് നമ്മുടെ എന്താ പറയാ ഒരു എക്സ്പീരിയൻസിന്റെ ബേസിൽ ഞാൻ പറയുന്നതാണ്. റൗട്ടേഴ്സിനാണ് കൂടുതലും അവരവിടെ വെയിറ്റേജ് കൊടുത്തത് കണ്ടിട്ടുള്ളത്. ഗേറ്റ് വേ, റൗട്ടേഴ്സ്, ഗേറ്റ് വേ, ബ്രിഡ്ജസ് അങ്ങനെ ഞാൻ കണ്ടിട്ടില്ല. ബട്ട് ഇത് രണ്ടും എന്തായാലും ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ഇനിയിപ്പോ നിങ്ങൾ എക്സാമിന് പഠിച്ചില്ലെങ്കിലും നിങ്ങളുടെ ലൈഫ് ലോങ് നിങ്ങൾക്ക് ആവശ്യം വരുന്ന രണ്ട് സാധനങ്ങളാണ്. ഓക്കെ. സോ കമ്മിങ് ടു നെക്സ്റ്റ് ഏരിയ, IPv4, IPv6. നെവർ സ്കിപ്പ് ദാറ്റ്. അത് ഇറ്റ്സ് മോസ്റ്റ് ബേസിക് തിങ്കിങ്, എന്താ പറയാ ഈ ഒരു സബ്ജക്റ്റിന്റെ ഏറ്റവും ബേസിക് ആയിട്ടുള്ള സാധനങ്ങളാണ്. സോ അതെന്തായാലും നിങ്ങൾ വിടരുത്. അതുപോലെ തന്നെ നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ, അത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ്. ട്രാൻസ്ലേഷൻ, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ. ഫയർവാൾസ് ആൻഡ് VPNs പഠിക്കാൻ പറ്റിയാൽ നല്ലത്. അത് എനിക്ക് തോന്നുന്നു നമ്മൾ പഠിച്ചിട്ടില്ല ആ ഒരു ഏരിയ. ഫയർവാൾസ്, VPN നമുക്ക് പഠിക്കാനില്ലായിരുന്നു. ബട്ട് അതിപ്പോ ഭയങ്കര റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ പഠിക്കാണ്ട് പോകുന്നതും എന്താ പറയാ, നിങ്ങൾക്ക് കുറച്ചുകൂടെ നിങ്ങളുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഇപ്പോഴത്തെ ഒരു റെലവൻസ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചോദിക്കുകയാണെങ്കിൽ ഈ പറഞ്ഞ സാധനങ്ങൾ രണ്ടും വരാൻ ചാൻസ്. കംസ് ദ നെക്സ്റ്റ് ഏരിയ, റൗട്ടിംഗ് അൽഗോരിതംസ്. അത് ഓൾമോസ്റ്റ് എല്ലാ ടോപ്പിക്കും നിങ്ങൾ എന്തായാലും പഠിച്ചിട്ട് പോകണം. RIP, OSPF, BGP. അതിൽ തന്നെ BGP ആണ് ഞാൻ കൂടുതലും റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ളത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ. ഓക്കെ, CSEയുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഞാൻ റിപ്പീറ്റ് ചെയ്ത് കണ്ടിട്ടുള്ള ഒരു സംഭവമാണ് BGP. പിന്നെ കംസ് രണ്ട് സെറ്റ് ഓഫ് സാധനങ്ങളുണ്ട്, ലിങ്ക് സ്റ്റേറ്റ് ആൻഡ് ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ്. ഡിജിക്സ്ട്രാ അങ്ങനത്തെ കുറച്ച് സാധനങ്ങളൊക്കെ ബേസിൽ വരുന്ന ഒരു സാധനമാണ് ലിങ്ക് സ്റ്റേറ്റ്, അതുപോലെ തന്നെ ഡിസ്റ്റൻസ് വെക്ടർ റൗട്ടിംഗ്. ഇതും എന്തായാലും മാറി മാറി ചോദിക്കുന്നതാണ്. പക്ഷെ നിങ്ങൾ ഈ രണ്ടെണ്ണം പഠിക്കാൻ പറ്റിയാൽ ഇറ്റ്സ് സോ ഈസി. ശരിക്കും പറഞ്ഞാൽ എളുപ്പമാണ് ഇതിന്റെ കൺസെപ്റ്റ് എന്ന് പറയുന്നത്.
കാരണം നമുക്ക് എളുപ്പമായിരുന്നു. ബിക്കോസ് നമുക്കൊരു സബ്ജക്റ്റ് ഉണ്ട് കോൾഡ് ഗ്രാഫ് തിയറി. നിങ്ങൾക്കും വരേണ്ടതാണ്. ഗ്രാഫ് തിയറി എന്ന് പറഞ്ഞൊരു സബ്ജക്ട് ഉണ്ടായിരുന്നു. ഈ സബ്ജക്റ്റിൽ ഈ പറഞ്ഞ 2 അൽഗോരിതംസ് നമുക്ക് പഠിക്കാനുണ്ടായിരുന്നു. ലൈക് ഇൻസ്റ്റേറ്റ് ഈ നെയിമിലല്ല, വേറെ നെയിമിലുണ്ടായിരുന്നു. സോ ഇത് 2 പഠിക്കുക എന്ന് പറയുന്നത് നമുക്ക് ഈസി ആയിരുന്നു. നിങ്ങളത് പഠിച്ചിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഹൗ മച്ച് ഈസിയർ ആയിരിക്കും എന്നുള്ളത് ഒരു ഡൗട്ട്ഫുൾ ആയിട്ടുള്ള കാര്യമാണ്. ഓക്കെ, സോ ഇത്രയും ടോപ്പിക്സ് ആണ്. സോ ഇത് ഞാൻ ടെക്ക് ചെയ്തിട്ടുണ്ട്. റൗട്ടർ ഗേറ്റ്വേ, സോ IPv4, IPv6, നെറ്റ്വർക്ക് അഡ്രസ് ട്രാൻസ്ലേഷൻ, RIP, OSPF, BGP, ലിങ്ക് സ്റ്റേറ്റ്, ഡിസ്റ്റൻസ് വെക്ടർ റൂട്ടിംഗ്. ഏതാണ്ട് ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. ഇത്ര എന്തായാലും പഠിച്ചിട്ട് പോവുക. ഓക്കെ, ആൻഡ് കംസ് ടു ദ ലാസ്റ്റ് മൊഡ്യൂൾ. സോ ട്രാൻസ്പോർട്ട് ലെയറിലാണ് വരുന്നത് മൾട്ടിപ്ലക്സിങ്, ഡീമൾട്ടിപ്ലക്സിങ്. പഠിച്ചിട്ട് തന്നെ പോവുക. ഫ്ലോ കൺട്രോൾ മെക്കാനിസംസ്, പിന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് വരുന്ന സാധനമാണ് TCP UDP. TCP UDP എന്തായാലും ഇവിടെ എത്തും. TCP UDP അത് കണക്ഷൻ ഓറിയന്റഡ്, കണക്ഷൻലെസ് എന്ന് തന്നെ ഡിഫറൻഷിയേറ്റ് ചെയ്ത് ചോദിച്ചിട്ടുണ്ട് നമ്മുടെ CSE ക്വസ്റ്റ്യൻ പേപ്പറിന്റെ ബേസിസിൽ. സോ ഒരു കാരണവശാലും അത് വിടരുത്. ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ് ഇത് രണ്ടും, വെരി വെരി ഇമ്പോർട്ടൻറ്റ്. സോ അതെന്തായാലും വിടാണ്ട് പഠിക്കുക. പിന്നെ ആപ്ലിക്കേഷൻ ലെയറിൽ ഈ പറഞ്ഞ പോലെ എല്ലാം ഈക്വൽ വെയിറ്റേജ് വരുന്ന സാധനമാണ്. ബട്ട് എല്ലാം സിംപിളറും ആട്ടോ. HTTP, HTTPS തമ്മിൽ വലിയ വ്യത്യാസമൊന്നുമില്ല. FTP ഉറപ്പായിട്ട് പഠിക്കണേ. FTP കുറെ ടൈം ചോദിച്ചിട്ടുണ്ട്. SMTP, MIME ഒരുമിച്ച് തന്നെ പഠിച്ചു പോയിക്കോളൂ. അത് രണ്ടും ഒറ്റ ഇമെയിലിന്റെ ബേസിസിൽ വരുന്നതാണ്. രണ്ടും ഇമെയിലിൽ വർക്ക് ചെയ്യുന്ന സാധനം. നമ്മളൊക്കെ ഇമെയിൽ അയക്കുന്നത് SMTP എന്ന് പറഞ്ഞ സംഭവം ഉപയോഗിച്ചിട്ടാണ്. MIME പറഞ്ഞിട്ട് വേറെ സംഭവമുണ്ട്. സോ ഇതും ഉറപ്പായിട്ട് പഠിച്ചിട്ട് പോകണം. സ്കിപ്പ്. പിന്നെ വരുന്നത് DNS. DNSൽ റിസോൾവിങ് ക്വസ്റ്റ്യൻസ് വരാറുണ്ട്. സോ DNSഉം പഠിച്ചു പോകാൻ പറ്റിയാൽ നല്ലതാണ്. ഞാൻ പറഞ്ഞ എല്ലാം ഈക്വൽ വെയിറ്റേജിലാണെന്ന് പറയാനുള്ള കാര്യം. പിന്നെ പിയർ ടു പിയർ ഫയൽ ഷെയറിംഗ് നെറ്റ്വർക്ക്സ് ഒരു പുതിയ സംഭവം. നമ്മൾ ഈ ടോറന്റ് എന്നൊക്കെ കേട്ടിട്ടുണ്ടാവും. ഏതാണ്ട് അതിന്റെ ഒരു കൺസെപ്റ്റ് ആണ് ഇവിടെ പറയുന്നത്. സോ റെലവെന്റ് ആണ്. ഇനിയുള്ളൊരു കാലത്തേക്ക് റെലവൻസ് എന്ന് പറയുന്ന ഒരു സംഭവം വെച്ച് നോക്കുകയാണെങ്കിൽ റെലവെന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ്. സോ പഠിക്കാൻ പറ്റിയാൽ നല്ലത്. സോ ഇത്തരം കാര്യങ്ങളാണ് ഇതിൽ വരുന്നത്. സോ എന്താ പറയാ, ഈ ഒരു സബ്ജക്റ്റിന് എനിക്ക് തരാനുള്ള ഒരു എന്താ പറയാ ടിപ്പ് എന്ന് പറയുന്നത്, നെവർ സ്റ്റഡി ഫോർ എക്സാമിനേഷൻസ്, സ്റ്റഡി ഫോർ യുവർ ഫ്യൂച്ചർ. അതാണ് എനിക്ക് ഈ ഒരു വിഷയം എനിക്ക് പഠിച്ചിട്ട് മനസ്സിലായത് അത് തന്നെയാണ്. ഒരിക്കലും ഈ വിഷയം ഒരു തിയറി പേപ്പറാണ് നമുക്ക് ഇവിടെ വരുന്നത്. പ്രൊജക്ട് വരുന്നുണ്ട്, പക്ഷെ ഇവിടെ നമ്മൾ ചെയ്യുന്നതെല്ലാം തിയറി ബേസിസിലാണ്, പഠിക്കുന്നതെല്ലാം തിയറിയാണ്. ഇതിൽ കുറെ ആപ്ലിക്കേഷൻ ഉണ്ട്. ആപ്ലിക്കേഷൻസ് ഇഷ്ടം പോലെ അവൈലബിൾ. നമ്മുടെ ഡെയിലി ലൈഫിൽ യൂസ് ചെയ്യുന്ന, നിങ്ങളിപ്പോൾ യൂട്യൂബ് കാണുന്നത് പോലും ഇതിലെ പല പല സംഭവങ്ങൾ വെച്ചിട്ടാണ് വർക്ക് ചെയ്യുന്നത്. സോ അങ്ങനെ ഒരു വ്യൂവിൽ നോക്കുകയാണെങ്കിൽ ഒരു കാരണവശാലും നിങ്ങൾ സ്കിപ്പ് ചെയ്യാൻ പാടില്ലാത്ത ടോപ്പിക്സ് ആണ് എല്ലാം. ഓക്കെ, സോ ബി കൂൾ, ടെൻസ്ഡ് ആവാണ്ട് കൂളായി നന്നായി എക്സാം എഴുതുക. ഓൾ ദ ബെസ്റ്റ്, ആൻഡ് നല്ല രീതിയിൽ നിങ്ങൾക്ക് എക്സാം എഴുതാൻ പറ്റട്ടെ. സോ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. ഇഫ് യു ആർ ഫസ്റ്റ് ടൈം ടു അവർ ചാനൽ BTechify, പ്ലീസ് ടു സബ്സ്ക്രൈബ്. നിങ്ങളുടെ BTech സിലബസുകൾ, അതുപോലെ തന്നെ സ്കീമുകൾ, അതുപോലെ നിങ്ങൾ എക്സ്ട്രാ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ പ്രൊവൈഡ് ചെയ്യാൻ നമ്മുടെ പ്ലാറ്റ്ഫോം ഒരു വരവ് വരുന്നതാണ്. സോ താങ്ക്സ് ഫോർ വാച്ചിങ്. ബെസ്റ്റ് വിഷസ്. ദിസ് ഇസ് മീ, അലൻ ജോസ് സാന്റോസ്, സൈനിങ് ബൈ.